പറയാൻ പറ്റും. നയമുണ്ടായിട്ടില്ല, നയത്തിൽ പറഞ്ഞ അളവ് കൊടുത്തിട്ടില്ല. പിന്നെങ്ങനെയാണ് അതിന്റെ പേരിൽ ആരോപണം വരുന്നത്? ആ ആരോപണത്തിന്റെ പിന്നാലെ പ്രതിപക്ഷം പോകുന്നത് അവരുടെ പാപ്പരത്താണ്. എന്തൊരു ദയനീയ അവസ്ഥയിലാണ് കേരളത്തിലെ പ്രതിപക്ഷം എന്നാണ് കാണിക്കുന്നത്. ഇല്ലാത്തൊരു നയത്തിന്റെ പേരിൽ ഒരാൾ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തുവിടുന്നു, അതും പിടിച്ച് പ്രതിപക്ഷം വരുന്നു എന്നത് ശരിയാണ്. അവർക്ക് വേറെ ആയുധങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് ഉപയോഗിക്കട്ടെ, എനിക്ക് വിരോധമൊന്നുമില്ല. പിന്നെ മിനിമം ഈ പറയുന്ന അഴിമതി തുകയുടെ കാര്യത്തിൽ ഒരു യോജിപ്പ് പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും തമ്മിൽ ഉണ്ടാകുന്നതല്ല. എന്റെ ചോദ്യം, പ്രതിപക്ഷ നേതാവ് യഥാർത്ഥത്തിൽ ആർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ്. തങ്ങളുടെ വീട്ടിലാണ് വോട്ടെണ്ണൽ യന്ത്രം ഉള്ളതെന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത്. ഇപ്പൊ പോയിട്ട് റെയ്ഡ് നടത്തിക്കോട്ടെ. തൊട്ട അടുത്തുള്ള വീട്ടിലാണ് ഒരു താക്കോല് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിന് പോയി ചോദിച്ചാൽ അടുത്ത വീട്ടുകാരെ താക്കോല് കൊടുക്കും, അവർക്ക് പോയി അദ്ദേഹത്തിന് കിട്ടും. ഇത് കേട്ടപ്പോൾ ഒന്നുരഞ്ഞു പോയത് ഒട്ടുമില്ല, പുല്ലായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം ഉലയേണ്ടത് കാര്യമുണ്ട്, ഇതിനെ പുല്ലായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. അത് നല്ല ധൈര്യത്തിലും ആത്മവിശ്വാസത്തിലും പറയാൻ പറ്റും. പറയട്ടെ, ഈ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞല്ലോ, വീടിന്റെ താക്കോലുണ്ട്, വീട് അന്വേഷിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ തന്നെ ക്യാമറയിൽ വെച്ച് അന്വേഷിക്കാം. എന്നാൽ അതൊരു ഉപകാരമായിരിക്കും. ഇവിടെ ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് പറയാം, വേണമെങ്കിൽ എല്ലായിടത്തും പോയിട്ട് പരിശോധിക്കാവുന്നതാണ്. അതുകൊണ്ട് ഞാനിത് കേട്ട് പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത്.